അംഗീകാരം കിട്ടുന്നു, ആദരവ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം അഭിമാനത്തോടു കൂടെ നോക്കിക്കാണുന്നതായിരിക്കും നിങ്ങളുടെ പാരൻസ് എന്ന് പറയുന്നത്. അവരെ ഇതേപോലെ തന്നെയായിരിക്കണം നിങ്ങൾ എപ്പോഴും കൊണ്ടുപോകേണ്ടത്, അതേ തലത്തിൽ തന്നെയാണ് നിങ്ങൾ എപ്പോഴും നിർത്തേണ്ടത്. ഇനി നമുക്ക് എടുത്തു പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഏട്ടൻ പറയുന്നത് പോലെ കരുതിയാൽ മതി. ഒരു അധ്യാപകനപ്പുറത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു ഏട്ടൻ പറയുന്ന പോലെ മാത്രം കരുതുക. ഡിമോട്ടിവേറ്റ് ചെയ്യാന്ന് വിചാരിക്കരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ SSLC-ലും +2-ലും ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിയതെന്നുകൊണ്ട് ആദരിക്കുന്ന ഈ ചടങ്ങ്, ഇതുപോലെയുള്ള ചടങ്ങുകൾ, ഇങ്ങനെ നിങ്ങൾ സ്റ്റേജുകൾ മാറി 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 ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങി 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 കൂട്ടും, ഷെൽഫെല്ലാം നിറയ്ക്കും. പക്ഷെ ഇതെല്ലാം തന്നെ ഇനി വെറും ഒരു മാസം 1.5 മാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം ഇങ്ങനെ നിങ്ങളെ പൊക്കിയെടുത്ത് തലയിൽ വെക്കാൻ ആരും ഉണ്ടായിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ എങ്ങും ഉണ്ടാവേണ്ടതെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാംസിലും നിങ്ങൾ ഇതുപോലെയാണ് പെർഫോം ചെയ്യേണ്ടത്. സ്കൂളിലുള്ള എക്സാംസ് മാത്രമല്ല, പരീക്ഷകൾ മാത്രമല്ല, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ നല്ല പോലെ തന്നെ മുന്നേറേണ്ടതുണ്ട്. അതായത് ഇതേ മൊമെന്റം എപ്പോഴും കീപ്പ് ചെയ്യണം. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് കംപ്ലീറ്റ് ആയി ഇട്ടിട്ടല്ല ഈ ഒരു മാർക്ക് നിങ്ങൾ നേടിയിട്ടുള്ളത്. SSLC വിദ്യാർത്ഥികൾ +1 എത്തുമ്പോൾ അത് മനസ്സിലാവും. +1 അത്രത്തോളം എഫേർട്ട് ഇടേണ്ടി വരും. അത് നിങ്ങൾ ഇട്ടോളൂ. ഇതൊന്നും ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ തന്നെയാണോ ഇങ്ങനെ പഠിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് തോന്നിപ്പോകും. +1 കയറി ഒരു 3-4 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ്, ഇപ്പൊ എനിക്ക് ആ SSLC-ൽ ഏത് ടെക്സ്റ്റ് വന്നാലും ഏത് സബ്ജക്ട് വന്നാലും ഞാൻ അതിൽ ഫുൾ മാർക്ക് വാങ്ങിക്കും. നിങ്ങൾ അതേ എക്സാം പല ദൈവങ്ങളെയും വിളിച്ചിട്ടായിരിക്കും എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരിക്കുക. അതേ നിങ്ങൾ +1 എത്തുമ്പോൾ നിങ്ങളുടെ റേഞ്ച് മാറും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നേരിടുന്ന ഓരോ എക്സാമിലും നിങ്ങൾ നല്ല മാർക്ക് അല്ലെങ്കിൽ നല്ല പോലെ തന്നെ സ്കോർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഫുൾ A+നോ ഫുൾ മാർക്കിനോ ഒരു വാല്യൂ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ കോളേജിലോ മറ്റൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും മാർക്ക് കുറവാണെങ്കിൽ അതെ SSLC-ൽ ഫുൾ A+, ആര് കേൾക്കാനാ? ചിരിക്കും ആളുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു ആദരം ഇതുപോലെ തന്നെ ഉണ്ടാവണമെങ്കിൽ തുടർന്ന് പോകുന്ന എല്ലാത്തിലും നിങ്ങൾ നല്ല പോലെ തന്നെ പെർഫോം ചെയ്യേണ്ടതുണ്ട്. നിർബന്ധമായി നിങ്ങളത് ഓർക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങളെ തളർത്താൻ ഒരുപാട് പേര് ഒരുപാട് ചുറ്റും ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിസൾട്ടിനായിട്ട് നിങ്ങളുടെ പാരൻസ് കാത്തിരുന്നതിനേക്കാൾ നിങ്ങളുടെ വീട്ടിനപ്പുറത്തുള്ള ആളുകളും റിലേറ്റീവ്സും ഒക്കെ ആയിരിക്കും കാത്തിരുന്നിട്ടുണ്ടാവുക. ഫുൾ A+ കിട്ടിയത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. ഗ്രൂപ്പിലേക്ക് ഫുൾ A+ കിട്ടിയ മാർക്കെ കിടന്നു എന്ന് 4 ക്ലാപ്പ് അടിച്ചു പോയ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ തളർത്താനോ ഉള്ള ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ മുന്നേറാനായിട്ട്. ഒരു കാര്യം ചിലപ്പോൾ അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തേക്കാം. എൻ്റെ ഒരു ജീവിത സാഹചര്യം ഞാനിവിടെ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ എപ്പോഴും തന്നെ മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് അയാൾ അന്ന് അങ്ങനെ ചെയ്തു, ഇന്ന് ഇങ്ങനെ ചെയ്തു, അതുപോലെ ആവണം നിങ്ങൾ എന്നൊന്നും പറയാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം മറ്റൊരാളുടെ ജീവിതം കണ്ടുകൊണ്ടല്ല ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു ചോദ്യം എന്നോട് ചോദിക്കാം, അവരൊക്കെ അങ്ങനെ ചെയ്തു, സാറെന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാതെ. അതിനാൽ തന്നെ ഞാൻ മോട്ടിവേഷൻ എപ്പോഴും കൊടുക്കുമ്പോൾ മറ്റൊരാളുടെ ലൈഫ് വെച്ചുകൊണ്ടല്ല പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തോട് കിടക്കട്ടെ. അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് കൂലിപ്പണിക്കാരാണ്. അവരുടെ വിയർപ്പിന്റെ ഫലം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിത രീതികൾ അനുസരിച്ചുകൊണ്ട് എപ്പോഴും നല്ല പണി മാത്രമാണ്, പിന്നെ വീട്ടിൽ വന്ന് കിടക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് അവർക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇല്ല. മറ്റൊരു ലോകമുണ്ട് എന്നുള്ളവർക്ക് അറിയില്ല. നല്ല നല്ല ഫുഡുകൾ ഉണ്ട് എന്നും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് എന്നും ഇങ്ങനെ ഒന്നും തന്നെ അറിയാത്ത ആളുകളാണ് എൻ്റെ അച്ഛനമ്മ എന്ന് പറയുന്നത്. അപ്പൊ അവരിലോട്ടൊക്കെ ഇവരുടെ ഈ ജീവിത രീതി മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിക്കാൻ ആരംഭിച്ചത്. ഞാൻ ഏത് സമയത്തും പഠിക്കുന്നത് എനിക്കൊന്ന് തളർന്നാൽ ഒന്ന് ഉറക്കം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആലോചിക്കുന്നത് എൻ്റെ അച്ഛനമ്മയും പണിയെടുത്തിട്ട് വന്ന് വയ്യാതെ ഇരിക്കുന്ന ആ ഒരു സീന് മാത്രമായിരിക്കും. അവരുടെ ആ വയ്യാകെ കാണുന്ന സമയത്ത് എൻ്റെ ഒന്നും ഒരു വയ്യാകിയും അല്ല എന്ന് ഞാൻ തീരുമാനിക്കുകയും പഠിച്ചു തുടങ്ങുകയും ചെയ്യും. അങ്ങനെ തന്നെ നല്ലപോലെ പഠിക്കുകയുണ്ടായി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. SSLC-ലും +2-ലും ഫുൾ A+ എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെയാണ്. കാരണം എൻ്റെ ജീവിത രീതികളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കെട്ടിയിരിക്കുന്ന ആ ഒരു വീടെന്ന് പറയുന്ന ഒരു കുഞ്ഞു വീടാണ്. ആ ഒരു കുഞ്ഞു വീട് എനിക്ക് കൊട്ടാരം തന്നെയാണ്. പക്ഷെ കൊട്ടാരത്തിന്റെ പ്രത്യേകത, മഴ പെയ്യുന്ന സമയത്ത് വെള്ളം വെളിയിലുള്ളതിനേക്കാൾ വീടിനകത്തായിരിക്കും. മഴയൊക്കെ ഓടിനടിയിലൂടെ നല്ലപോലെ ഉള്ളിലോട്ട് ചോർന്ന് വീടും. മഴ പെയ്യുന്ന സമയത്ത് ഞാനും അമ്മയും അച്ഛനും അനിയനും എല്ലാവരും കൂടെ ചെറിയ കോലൊക്കെ എടുത്ത് ഈ ഓടെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. കാരണം ആ ഒരു വിടവൊക്കെ നികത്തി കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നത് കുറയും. അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങൾ അടുക്കി വെക്കും, അല്ലാന്ന് പറഞ്ഞാൽ ചാക്ക് വിരിക്കും. ഇങ്ങനെയൊക്കെയാണ് മഴയെ ഞങ്ങൾ പ്രതിരോധിച്ചിരുന്നത്. രാത്രിയൊക്കെ ആണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് മുഖത്തന്നെയായിരിക്കും മഴയെല്ലാം ഉണ്ടായിരിക്കുക. ബുക്കെല്ലാം നനഞ്ഞിട്ടുണ്ട്, ചുവരെല്ലാം ചോർന്ന്, അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം മാറ്റിയിരുത്തണം. അവർക്കൊരു AC ഉള്ള റൂമിൽ ഞാൻ അവരെ അന്തി ഉറക്കണം. രാത്രി പണി കഴിഞ്ഞ് വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് കിടന്നുറങ്ങാൻ ഒരു AC ഉള്ള റൂം വേണം.
വീട് തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേറെ റേഞ്ചിൽ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിക്കുകയുണ്ടായി, ജോലി നേടുകയുണ്ടായി, സമ്പാദിച്ചു, വീട് കെട്ടി. അതിനപ്പുറത്ത് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നത് ഇതല്ല, ഇതൊക്കെ മേലെ പോകുന്ന പറഞ്ഞ് അവർ പല സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട്, കാണാത്ത കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുക്കാറുണ്ട്, കഴിക്കാത്ത ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഫ്ലൈറ്റിൽ കയറണം എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, അവർക്കൊരു പറക്കണം. അതൊന്നും അവരുടെ ജീവിതത്തിൽ സ്വപ്നം മാത്രമേ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ. മുകളിലൂടെ പോകുമ്പോൾ 5 സെന്റിമീറ്ററിൽ കണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും അവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഞാനത് പറയുകയുണ്ടായി, നമുക്ക് അടുത്ത ആഴ്ച പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഫ്ലൈറ്റിൽ കയറ്റുകയുണ്ടായി. ഫ്ലൈറ്റിൽ കയറ്റിയപ്പോൾ കുഞ്ഞു കുട്ടികളെ പോലെ അവർ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം, അതായത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചറിയുക തന്നെ വേണം. അതല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജിലൊക്കെ ഇട്ടിട്ടുണ്ട്, സമയം കിട്ടുമ്പോൾ കയറി നോക്കുക. നോക്കാൻ നിൽക്കരുത്, ബാക്കി. അപ്പോ നിങ്ങളും ഇതേപോലെ തന്നെ ഏതൊരു സമയത്തും തളർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ ഓർത്താൽ മതി. അവരെ ഏത് സമയത്തും തലകുനിക്കാൻ ഇട വെക്കാതെ അവരെ അന്തസ്സാക്കി ഇതേപോലെ തന്നെ തലയെ ഓർത്ത് നിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിച്ചു വന്നിരിക്കുന്ന ഇത്രയും കാലയളവിൽ ഒരു സമയം ഒരു നിങ്ങളുടെ പാരന്റ്സ് കാരണം നിങ്ങൾ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. നേരെ തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കണം. ഏതൊരു സമയത്തും സ്കൂളിലാണേലും ഏതൊരു പ്രശ്നത്തിൽ എന്തിലാണേലും ശരി, നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ പാരന്റ്സ് മറ്റു ടീച്ചേഴ്സിന്റെ മുമ്പിൽ മറ്റാളുകളുടെ മുമ്പിൽ തലകുനിക്കാനുള്ള ഒരിടയും നിങ്ങൾ വരുത്താനായിട്ട് പാടില്ല. പിന്നെ അതിനോടൊപ്പം എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇങ്ങനെ തന്നെ പോകുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ തളർത്താനുള്ള ഒരുപാട് പേരുണ്ടായിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്നെ പുച്ഛിക്കുകയും തളർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ തന്നെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ ഒരു അധ്യാപകനാകുന്നത് എനിക്കൊന്ന് കാണണമെന്ന്. സാധാരണ ഒരു പാപം പിടിച്ചൊരു അല്ലെങ്കിൽ ഒരു നോർമൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ എന്നെ ഇങ്ങനെ പറയുന്നു, ഒരു അധ്യാപകന്റെ ശാപം, ഇനി ഞാൻ നന്നാവോ എന്നൊക്കെ പറഞ്ഞ് മുക്കിൽ പോയിരുന്ന് കരയാനല്ല ഞാൻ തീരുമാനിച്ചത്. ആ ആള് പറഞ്ഞതിനപ്പുറത്ത് ടീച്ചറായി കാണുന്നേക്കൊന്ന് കാണണമെന്ന് പറഞ്ഞില്ലേ, അത് ഞാനായി കാണിച്ചു കൊടുക്കണമെന്ന വാശിയാണ് എന്നെ പിന്നെ പ്രയത്നിക്കാൻ ഉണ്ടാക്കിയത്. എടുത്തു പറയട്ടെ, അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മാധവ് സാർ എന്ന പേര് കേൾക്കണം എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും 60 പേര് പഠിപ്പിക്കുന്ന ആ ഒരു ക്ലാസ് റൂമിൽ 60 പേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറ്റടൈമിരുന്ന് 60,000 വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നെ കേരളത്തിൽ അറിയാത്ത ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ടായിരിക്കില്ല. എനിക്കറിയാവുന്ന ഏത് ഹയർ സെക്കൻഡറി സ്കൂൾ എടുത്താലും എൻ്റെ ഒരു വിദ്യാർത്ഥി അതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ വാശിയോടുകൂടെ വേണം നമ്മൾ മുന്നേറുവാനായിട്ട്. ഈ വാശി എന്ന് പറയുന്നത് ഒരു കാരണവശാലും കൂടെയുള്ളവരുടെ കാലെ വരെ നിലത്തടിച്ച് ആവരുത് നിങ്ങൾ മുന്നേറേണ്ടത്. നിങ്ങളുടെ സ്വയം കഴിവെച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മുന്നേറേണ്ടത്. ബുക്കിലുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് മാത്രം ഒന്നും ആവാൻ പോകുന്നില്ല. ജീവിതം ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അനുഭവങ്ങളിലൂടെയും നിങ്ങൾ ഒരുപാട് കടന്നു പോകേണ്ടതുണ്ട്. അനുഭവങ്ങളിലൂടെ കിട്ടുന്ന എല്ലാ കാര്യവും മനസ്സിലാക്കിയെടുക്കണം. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും മനസ്സിലാക്കുക. ഒരിക്കലും ഇരുന്ന് സങ്കടപ്പെടുകയോ കരയുകയോ അല്ല വേണ്ടത്, മറിച്ച് മുന്നേറാനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. ഒരാളെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്, ഒരാളെയും വിശ്വസിക്കുകയും ചെയ്യരുത്. കയറി വരിക. എന്നോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ, ലാസ്റ്റ് റിപ്പോർട്ടും കൂടെ കഴിഞ്ഞു. SSLC ആണെങ്കിലും +2 ശരി, നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു ടേമാണ്, ഇതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്, ഇതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റ് ഇതാണെന്ന് പറഞ്ഞു തരുന്ന ഒരാളും നിങ്ങളോട് എങ്ങോട്ട് ടേൺ ചെയ്യണം എന്ന് പറഞ്ഞില്ല. ഇതാണ്ടോ ടേണിംഗ് പോയിന്റ്, കഴിഞ്ഞു, ആളുടെ റോഡ് കഴിഞ്ഞു, ഇനി അടുത്ത എങ്ങോട്ട് ടേൺ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരാളും പറഞ്ഞു തരുന്നുണ്ടായിരിക്കില്ല. സൈലത്തിന്റെ നമ്മുടെ റുഫൈസ് സാറ് ആ ടേണിംഗ് പോയിന്റും അതിന്റെ ടേണിംഗും എല്ലാം പറയാൻ വേണ്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഉഷാറായിട്ട് SSLC വിദ്യാർത്ഥികളിൽ ശരി, +2 വിദ്യാർത്ഥികളിൽ ശരി, ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. നോർമൽ ലെവലിനേക്കാൾ ഏതൊരു സാധാരണ ആളേക്കാൾ മുകളിൽ എത്താൻ വേണ്ടിയില്ല കോമ്പറ്റീറ്റീവ് വേൾഡ് മക്കളെ ഇരുന്നാൽ അങ്ങനെ കിട്ടൂല കേട്ടോ. ഇപ്പോഴും അങ്ങനെ ഇരുന്നാൽ കിട്ടും. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് പോലെ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന മറ്റാരെങ്കിലും വന്നാൽ ഞാൻ ഫീൽ ഔട്ട് ആവും, അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഡിഫറൻ്റ് ആയിട്ട് യൂണീക്കായിട്ട് എന്തെങ്കിലും പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രമേ എന്റെ ക്ലാസ്സിലാണ് നിങ്ങൾ വരുള്ളൂ, അല്ലേ? അതുപോലെ നിങ്ങൾക്കും ഓരോ സ്ഥാപനത്തിലും വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ബുക്കിലുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തുമുള്ള നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഡെവലപ്പ് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന ജീവിത കാലയളവിൽ എന്തെങ്കിലും എവിടെയെങ്കിലും സമൂഹത്തിൽ വലിയ ഉന്നത പദവികൾ നിങ്ങൾ അലങ്കരിക്കുമ്പോൾ അവിടെ ആ അലങ്കരിക്കുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ ഒന്ന് അടുത്ത് വരാനും, സാറാണ് എന്നെ +2 പഠിപ്പിച്ചത്, സാറാണ് എന്നെ SSLC പഠിപ്പിച്ചത് എന്ന് പറയാനും മടിക്കരുത്. ഒരു സെൽഫി എടുക്കാനും മടിക്കരുത്. അപ്പൊ അതൊക്കെ പോട്ടെ, ഇറങ്ങട്ടെ. താങ്ക് യു.